മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന അതിമനോഹരത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ആരാധകർ. ഇപ്പോഴത്തെ തുടരും പോലെ ഒരു സിനിമയല്ല ഈ ചിത്രമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ തരുൺമൂർത്തി. ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾക്ക് മറുപടിയാണ് സംവിധായകൻ നൽകിയത്. സിനിമയിൽ TS ലവ്ലജൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് ശരിക്കും മലയാള സിനിമയിൽ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ഇപ്പോൾ ഇതാ ആ കോംബോ വീണ്ടും ഒരുമിക്കാനിരിക്കുന്ന ചിത്രമാണ് അതിമനോഹരം. പേരുപോലെ തന്നെ അതിമനോഹരമാകട്ടെ ചിത്രമെന്നാണ് ആരാധകർ പറയുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ഒരു പോലീസുകാരനായിട്ടാണ്. ഇതും ആരാധകർക്ക് അത്രത്തോളം കാത്തിരിപ്പിനുള്ള വകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും പോസ്റ്ററുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന അതിമനോഹരമായുള്ള കാത്തിരിപ്പിലാണ് ഒന്നടങ്കം കേരളക്കരയും. തുടരുമെന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വലിയ പ്രതീക്ഷ. ഇപ്പോഴിതാ തുടരും പോലെ ഒരു സിനിമയല്ല താൻ ഒരുക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ തരുൺമൂർത്തി. ചിത്രത്തിന്റെ ജനറെക്കുറിച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾക്കാണ് മറുപടി സംവിധായകൻ നൽകിയത്. സോഷ്യൽ മീഡിയ സംവാദത്തിനിടെ ഒരു ആരാധകൻ തുടരുമിനേക്കാൾ കൂടുതൽ ആക്ഷൻ രംഗങ്ങളുള്ള സിനിമയായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ തരുൺമൂർത്തി മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: അതിമനോഹരം ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയല്ലെന്നും തുടരും സിനിമയുമായി സാമ്യമില്ലാത്തതിനാലാണ് ഈ പ്രൊജക്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചിത്രത്തിൽ TS ലവ്ലജൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഏറെ കാലത്തിന് ശേഷം താരത്തിന്റെ സമ്പൂർണ്ണ പോലീസ് കഥാപാത്രം കൂടിയാണ് അതിമനോഹരത്തിലുള്ളതെന്നും പ്രത്യേകതയാണ്. മുമ്പ് L36 എന്ന താൽക്കാലിക പേരിൽ അറിയപ്പെട്ടിരുന്ന ചിത്രത്തിന് വിഷുദിനത്തിലാണ് അതിമനോഹരം എന്ന പേര് ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. മോഹൻലാൽ പോലീസ് യൂണിഫോമിൽ ശബരിമല തീർത്ഥാടകരുടെ ഇടയിൽ നിൽക്കുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിരുന്നു പുറത്തു വന്നത്. ചിത്രത്തിൽ മീര ജാസ്മിനാണ് നായികയായി എത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിക്കുന്ന മറ്റൊരു വാർത്തയ്ക്കും സംവിധായകൻ മറുപടി നൽകുന്നുണ്ട്. ചില വ്യാജ വാർത്തകളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിമനോഹരത്തിന്റെ ചിത്രീകരണം നിർത്തിവെച്ചതായാണ് ചില റിപ്പോർട്ടുകൾ. ഈ വാർത്ത വ്യാജമാണെന്ന് തരുൺമൂർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. തിരക്കഥയിലെ കൺഫ്യൂഷൻ കാരണം ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന രീതിയിൽ വരുന്ന ഓൺലൈൻ വാർത്തകളെക്കുറിച്ച് ചോദിച്ച ഒരുപാട് സന്ദേശങ്ങളും കോളുകളും എനിക്ക് വരുന്നുണ്ട്. ഈ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണ്. കഴിഞ്ഞ 78 ദിവസങ്ങളായി ഞങ്ങൾ തൊടുപുഴയിൽ തുടർച്ചയായി ചിത്രീകരണത്തിലാണെന്നും മഴയും മോശം കാലാവസ്ഥയും ഞങ്ങളുടെ ചില പ്ലാനുകളെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് കടുത്ത ആവേശത്തോടെയും പോസിറ്റീവോടെയും തന്നെയാണ് ഞങ്ങളുടെ ടീം മുന്നോട്ടു പോകുന്നതെന്നും തരുൺമൂർത്തി പറഞ്ഞു. എന്തായാലും അതിമനോഹരത്തിനായി കാത്തിരിപ്പിലാണ് സിനിമാ ലോകം. ഇത് 100 കോടിക്ക് മുകളിൽ പോകുമെന്ന് ഉറപ്പിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.